ഹലോ, ഗ്രാൻഡിടുക്കി യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോ മാഗി ഫിംഗർ റെസിപ്പി ആയിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ മാഗി ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 2 പൊട്ടറ്റോ ആണ്. അപ്പോൾ നല്ലതായിട്ട് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് മാഗി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അരിപ്പൊടി ഒരു ചെറിയ കപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൈദയാണിത്. മൈദ നമുക്ക് 1/2 കപ്പ് മതിയാവും. അതുപോലെ തന്നെ നമ്മുടെ സബോളയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കുരുമുളക് പൊടിയാണ്. ഇത്രയാണ് നമുക്ക് വേണ്ട. പാകത്തിന് ഉപ്പ് ചേർത്ത് വേണം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ. ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഈ കിഴങ്ങൊന്ന് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴയ്ക്കാൻ നമുക്ക് എളുപ്പം ഉണ്ടാവും. അപ്പം അതൊന്ന് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ പൊട്ടറ്റോ ഇവിടെ റെഡിയാക്കി വെച്ചു. ഇനി നമ്മുടെ ഉള്ളിയും സബോളയും പച്ചമുളകും കൂടെ നമുക്ക് ഇതിലൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയൊരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. അതും ഒരു ലേശം നമുക്ക് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ അരിപ്പൊടി കുറേശ്ശെ ഇട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം അരിപ്പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം. ഇവിടെ തന്നെ ലേശം ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. നമ്മുടെ മായ്ക്ക് നല്ല ഉപ്പുള്ളതുകൊണ്ട് ഞാൻ ലേശം ഇതിനകത്ത് ചേർക്കുന്നു. കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോയും നമ്മുടെ അരിപ്പൊടിയൊക്കെ ആയിട്ട് നന്നായിട്ട് കുഴച്ചിവിടെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മാഗി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ മാഗി നമുക്ക് ചെറുതാക്കി ഒന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെറിയ കവർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഈ കവറിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് ചെറിയതായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇത് എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചതച്ച് കൊടുത്താൽ അത് പൊട്ടി വരും. നമ്മുടെ ഈ പൊടിച്ച നൂഡിൽസ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ മൈദ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇതിനാവശ്യമായിട്ട് 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മുടെ മായ്ക്കകത്ത് കിട്ടിയിരിക്കുന്ന ആ മസാല നമുക്ക് ഈ മാവിൻ്റെ മൈദയ്ക്കകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. ഒത്തിരി വെള്ളമാകാൻ പാടില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് മുക്കിയെടുക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പരുവത്തിൽ മാവ് നമുക്ക് ഈ പരുവത്തിൽ മതിയാവും നമ്മുടെ മാവ് കേട്ടോ. പിന്നെ ഇവിടെ വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതാ ഇങ്ങനെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കരുത്. നമ്മുടെ പൊട്ടറ്റോ അതിനകത്തെ ആ വെന്ത് കിട്ടുന്ന ഇത് മാത്രം മതിയാവും കേട്ടോ. നമ്മൾ വെള്ളമൊന്നും എക്സ്ട്രാ നമ്മൾക്ക് ചേർക്കേണ്ട കാര്യം വരുന്നില്ല. ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മാവിലേക്ക് ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാഗിലേക്ക് ഇട്ടുള്ള നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. പൊട്ടറ്റോ മാഗി ഫിംഗർ ഇതാ ഞാനിവിടെ എല്ലാം റെഡിയാക്കി ഇവിടെ എടുത്ത് വെച്ചു. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നമ്മുടെ ഫ്രീസറിലൊന്ന് വയ്ക്കുവാണെങ്കിൽ ഇതൊന്ന് സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് വേണം നമുക്ക് എണ്ണയിലിട്ടതൊന്ന് വറുത്ത് കോരാൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാനൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ വരാം. ഞാൻ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മുടെ ഈ മാഗി ഒന്നും ഇതിൻ്റെ മണ്ടേന്ന് അടർന്നു പോകാതിരിക്കും ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ അത് സെറ്റായി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു എണ്ണ ചൂടാക്കി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ.
നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇതാക്കി കൊടുക്കണേ. ഒത്തിരി എണ്ണയൊന്നും ഇതിന് വേണ്ട, കുറച്ച് എണ്ണ മതിയാവും. നമുക്ക് ഓരോ സൈഡ് വെന്ത് കഴിയുമ്പോൾ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. ആ കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഒത്തിരി നമുക്ക് കളറ് മാറുന്നവരെ ഇരിക്കണ്ട കേട്ടോ. തീ കുറച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ, അല്ല ഇത് കരിഞ്ഞു പോകും. ബാക്കി കൂടെ ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. പൊട്ടറ്റോ മാഗി ഫിംഗർ ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ നല്ല ക്രിസ്പി ആയിട്ട് അരിപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത ദിവസം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.